സീക്ക് ഔട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കാഷ്യർ, ക്ലർക്ക്, ടൈപ്പിസ്റ്റ് തുടങ്ങി സഹകരണ ബാങ്കുകളിൽ വിവിധ പോസ്റ്റുകളിലായി 287 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം. അവസാന തീയതി 2026 ജനുവരി 22. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സംസ്ഥാനത്തെ വിവിധ സഹകരണ ബാങ്കുകളിലും സർവീസ് സഹകരണ ബാങ്കിലുമായാണ് പുതിയ റിക്രൂട്ട്മെന്റ്. അസിസ്റ്റന്റ് സെക്രട്ടറി, ജൂനിയർ ക്ലർക്ക്, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ, ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്കാണ് നിയമനം. ആകെ ഒഴിവുകൾ 287. ഇനി തസ്തികയും ശമ്പളവും നമുക്ക് നോക്കാം. അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് 27,450 രൂപ മുതൽ 83,350 രൂപ വരെയാണ്. ബാങ്ക് ക്ലാസ് അനുസരിച്ചും ഇതിലും കൂടും. ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ 18,300 രൂപ മുതൽ 60,250 രൂപ വരെയാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ 24,450 രൂപ മുതൽ 68,500 രൂപ വരെയാണ്. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 17,300 രൂപ മുതൽ 55,300 രൂപ വരെയാണ്. ടൈപ്പിസ്റ്റ് 16,300 രൂപ മുതൽ 51,300 രൂപ വരെയാണ് സാലറി പറയുന്നത്. 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. 1/1/2025 അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രായം കണക്കാക്കുന്നത്. SC/ST 5 വർഷവും OBC 3 വർഷവും ഭിന്നശേഷിക്കാർക്ക് 10 വർഷവും വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. ടൈപ്പിസ്റ്റ് 10ാം ക്ലാസ് ജയവും KGTE ഇംഗ്ലീഷ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ സർട്ടിഫിക്കറ്റ്. ജൂനിയർ ക്ലർക്ക് ഓർ കാഷ്യർ 10ാം ക്ലാസ് ജയവും പ്ലസ് സഹകരണ ഡിപ്ലോമയും JDC ഓർ HDC ആണ് വേണ്ടത്. എന്നാൽ BCom കോർപ്പറേഷൻ അല്ലെങ്കിൽ BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിംഗ് ബിരുദമുള്ളവർക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഡാറ്റ എൻട്രി കോഴ്സ് സർട്ടിഫിക്കറ്റും ഉള്ളവരായിരിക്കണം. 1 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അസിസ്റ്റന്റ് സെക്രട്ടറി ഓർ ചീഫ് അക്കൗണ്ടന്റ് ഡിഗ്രി 50% കുറയാതെ പ്ലസ് സഹകരണ ഡിപ്ലോമയുമാണ് ഉണ്ടായിരിക്കേണ്ടത്. 50% മാർക്കോടെ BCom പാസ്സായവർക്കും അപേക്ഷിക്കാം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ BTech കമ്പ്യൂട്ടർ സയൻസ് ഓർ IT ഓർ ECE അല്ലെങ്കിൽ MCA ഓർ MSc IT ഓർ CS ഉള്ളവർക്ക് അവസരം. ജനറൽ വിഭാഗക്കാർക്ക് ഒരു ബാങ്കിന് 150 രൂപയും ഓരോ അധിക ബാങ്കിനുമായി 50 രൂപയും നൽകണം. SC/ST വിഭാഗക്കാർക്ക് 50 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. താല്പര്യമുള്ളവർ CSEBയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ശേഷം നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. അപേക്ഷാ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുക. മാക്സിമം എല്ലാവരും അപ്ലൈ ചെയ്യാൻ നോക്കുക. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. അവർക്കൊക്കെ എന്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.